ദാനിയേൽ അധ്യായം 5. ബേൽഷസർ രാജാവ് തൻ്റെ മഹത്തുക്കളിൽ 1000 പേർക്കൊരു വലിയ വിരുന്ന് ഒരുക്കി. അവർ കാൺകെ വീഞ്ഞു കുടിച്ചു. ബേൽഷസർ വീഞ്ഞു കുടിച്ച് രസിച്ചിരിക്കുമ്പോൾ തൻ്റെ അപ്പനായ നെബൂഖദ്നേസർ യെരൂശലേമിലെ മന്ദിരത്തിൽ നിന്ന് എടുത്തുകൊണ്ടുവന്നിരുന്ന പൊൻവെള്ളി പാത്രങ്ങളെ രാജാവും മഹത്തുക്കളും അവൻ്റെ ഭാര്യമാരും വെപ്പാട്ടികളും അവയിൽ കുടിക്കേണ്ടതിനായി കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അങ്ങനെ അവർ യെരൂശലേമിലെ ദേവാലയത്തിൻ്റെ മന്ദിരത്തിൽ നിന്ന് കൊണ്ടുവന്നിരുന്ന പൊൻപാത്രങ്ങളെ കൊണ്ടുവന്ന് രാജാവും മഹത്തുക്കളും അവൻ്റെ ഭാര്യമാരും വെപ്പാട്ടികളും അവയിൽ കുടിച്ചു. അവർ വീഞ്ഞു കുടിച്ച് പൊന്നും വെള്ളിയും താമ്രവും ഇരുമ്പും മരവും കല്ലും കൊണ്ടുള്ള ദേവന്മാരെ സ്തുതിച്ചു. തൽക്ഷണം ഒരു മനുഷ്യൻ്റെ കൈവിരലുകൾ പുറപ്പെട്ട് വിളക്കിന് നേരെ രാജധാനിയുടെ ചുവരിൻ്റെ വെള്ളമേൽ എഴുതിയ കൈപ്പത്തി രാജാവ് കണ്ടു. ഉടനെ രാജാവിൻ്റെ മുഖഭാവം മാറി. അവൻ വിചാരങ്ങളാൽ പരവശനായി. അരയുടെ ഏപ്പ് അഴിഞ്ഞ് കാൽമുട്ടുകൾ ആടിപ്പോയി. രാജാവ് ഉറക്കെ വിളിച്ചു. ആഭിചാരകന്മാരെയും കൽദേയരെയും ശകുനവാദികളെയും കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. രാജാവ് ബാബേലിലെ വിദ്വാൻമാരോട്, ആരെങ്കിലും ഈ എഴുത്ത് വായിച്ച് അർത്ഥമറിയിച്ചാൽ അവൻ ധൂമ്രവസ്ത്രവും കഴുത്തിൽ പൊന്മാലയും ധരിച്ച് രാജ്യത്തിൽ മൂന്നാമനായി വാഴുമെന്ന് കൽപ്പിച്ചു. അങ്ങനെ രാജാവിൻ്റെ വിദ്വാൻമാരൊക്കെയും അകത്തു വന്നു. എങ്കിലും എഴുത്ത് വായിപ്പാനും രാജാവിനെ അർത്ഥമറിയിപ്പാനും അവർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ ബേൽഷസർ രാജാവ് അത്യന്തം വ്യാകുലപ്പെട്ടു. അവൻ്റെ മുഖഭാവം മാറി. അവൻ്റെ മഹത്തുക്കൾ അമ്പരന്നുപോയി. രാജാവിൻ്റെയും മഹത്തുക്കളുടെയും വാക്ക് ഹേതുവായി രാജ്ഞി ഭോജനശാലയിൽ വന്നു. രാജാവ് ദീർഘായുസായിരിക്കട്ടെ. തിരുമനസ്സുകൊണ്ട് വിചാരങ്ങളാൽ പരവശനാകരുത്. മുഖഭാവം മാറുകയും അരുത്. വിശുദ്ധ ദേവന്മാരുടെ ആത്മാവുള്ള ഒരു പുരുഷൻ തിരുമനസ്സിലെ രാജ്യത്തുണ്ട്. തിരുമേനിയുടെ അപ്പൻ്റെ കാലത്ത് പ്രകാശവും ബുദ്ധിയും ദേവന്മാരുടെ ജ്ഞാനം പോലെയുള്ള ജ്ഞാനവും അവനിൽ കണ്ടിരുന്നു. തിരുമേനിയുടെ അപ്പനായ നെബൂഖദ്നേസർ രാജാവേ, തിരുമേനിയുടെ അപ്പൻ തന്നെ. ബേൽഷസർ എന്നു പേര് വിളിച്ച ദാനിയേലിൽ ഉത്കൃഷ്ട മനസ്സും അറിവും ബുദ്ധിയും സ്വപ്നവ്യാഖ്യാനവും ഗൂഢാർത്ഥ വാക്യ പ്രദർശനവും സംശയഛേദനവും കണ്ടിരിക്കാൻ രാജാവ് അവനെ മന്ത്രവാദികൾക്കും ആഭിചാരകന്മാർക്കും കൽദയർക്കും ശകുനവാദികൾക്കും അധിപതിയാക്കി വെച്ചു. ഇപ്പോൾ ദാനിയേലിനെ വിളിക്കട്ടെ, അവൻ അർത്ഥം ബോധിപ്പിക്കും എന്നുണർത്തിച്ചു. അങ്ങനെ അവർ ദാനിയേലിനെ രാജസന്നിധിയിൽ കൊണ്ടുവന്നു. രാജാവ് ദാനിയേലിനോട് കൽപ്പിച്ചത്, എൻ്റെ അപ്പനായ രാജാവ് യഹൂദായിൽ നിന്ന് കൊണ്ടുവന്ന യഹൂദാ പ്രവാസികളിൽ ഉള്ളവനായ ദാനിയേൽ നീ തന്നെയോ? ദേവന്മാരുടെ ആത്മാവ് നിന്നിലുണ്ടെന്നും പ്രകാശവും ബുദ്ധിയും വിശേഷജ്ഞാനവും നിന്നിൽ കണ്ടിരിക്കുന്നു എന്നും ഞാൻ നിന്നെക്കുറിച്ച് കേട്ടിരിക്കുന്നു. ഇപ്പോൾ ഈ എഴുത്ത് വായിച്ച് അർത്ഥമറിയിക്കേണ്ടതിന് വിദ്വാൻമാരെയും ആഭിചാരകന്മാരെയും എൻ്റെ മുമ്പാകെ വരുത്തിയിരുന്നു. എങ്കിലും കാര്യത്തിൻ്റെ അർത്ഥം അറിയിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. എന്നാൽ അർത്ഥം പറവാനും സംശയഛേദനം ചെയ്യുവാനും നീ പ്രാപ്തനെന്ന് ഞാൻ നിന്നെക്കുറിച്ച് കേട്ടിരിക്കുന്നു. ആകയാൽ ഈ എഴുത്ത് വായിച്ച് അതിൻ്റെ അർത്ഥം അറിയിപ്പാൻ നിനക്ക് കഴിയുമെങ്കിൽ നീ ധൂമ്രവസ്ത്രവും കഴുത്തിൽ പൊന്മാലയും ധരിച്ച് രാജ്യത്തിലെ മൂന്നാമനായി വാഴും. ദാനിയേൽ രാജസന്നിധിയിൽ ഉത്തരമുണർത്തിച്ചത്, ദാനങ്ങൾ തിരുമേനിക്ക് തന്നെ ഇരിക്കട്ടെ. സമ്മാനങ്ങൾ മറ്റൊരുത്തന് കൊടുത്താലും എഴുത്ത് ഞാൻ രാജാവിനെ വായിച്ച് കേൾപ്പിച്ച് അർത്ഥം ബോധിപ്പിക്കാം. രാജാവേ, അത്യുന്നതനായ ദൈവം തിരുമേനിയുടെ അപ്പനായ നെബൂഖദ്നേസറിന് രാജത്വവും മഹത്വവും പ്രതാപവും ബഹുമാനവും നൽകി. അവന് നൽകിയ മഹത്വം ഹേതുവായി സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവൻ്റെ മുമ്പിൽ ഭയപ്പെട്ട് വിറച്ചു. തനിക്ക് ബോധിച്ചവനെ അവൻ കൊല്ലുകയും ബോധിച്ചവനെ ജീവനോടെ വയ്ക്കുകയും ബോധിച്ചവനെ ഉയർത്തുകയും ബോധിച്ചവനെ താഴ്ത്തുകയും ചെയ്തു വന്നു. എന്നാൽ അവൻ്റെ ഹൃദയം ഗർവിച്ച് അവൻ്റെ മനസ്സ് അഹങ്കാരത്താൽ കഠിനമായി പോയ ശേഷം അവൻ രാജസന്നിധിയിൽ നിന്ന് നീങ്ങിപ്പോയി. അവർ അവൻ്റെ മഹത്വം അവങ്കൽ നിന്ന് എടുത്തു കളഞ്ഞു. അങ്ങനെ അവൻ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീങ്ങി അവൻ്റെ ഹൃദയം മൃഗപ്രായമായി തീർന്നു. അവൻ്റെ പാർപ്പ് കാട്ടുകഴുതകളോട് കൂടെ ആയിരുന്നു. അവനെ കാളയെപ്പോലെ പുല്ല് തീറ്റി. മനുഷ്യരുടെ രാജത്വത്തിന്മേൽ അത്യുന്നതനായ ദൈവം വാഴുകയും തനിക്ക് ബോധിച്ചവനെ അതിന് നിയമിക്കുകയും ചെയ്യുന്നുവെന്ന് അവൻ അറിഞ്ഞതുവരെ അവൻ്റെ ദേഹം ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനഞ്ഞു. അവൻ്റെ മകനായ ബേൽഷസരെ, ഇതൊക്കെയും അറിഞ്ഞിട്ടും തിരുമേനിയുടെ ഹൃദയത്തെ താഴ്ത്താതെ സ്വർഗസ്ഥനായ കർത്താവിൻ്റെ നേരെ തന്നെത്താൻ ഉയർത്തി അവൻ്റെ ആലയത്തിലെ പാത്രങ്ങളെ അവർ തിരുമുമ്പിൽ കൊണ്ടുവന്നു. തിരുമേനിയും മഹത്തുക്കളും തിരുമനസ്സിലെ ഭാര്യമാരും വെപ്പാട്ടികളും അവയിൽ വീഞ്ഞു കുടിച്ച് കാൺമാനും കേൾപ്പാനും അറിയുവാനും വഹിയാത്ത
പൊന്ന്, വെള്ളി, താമ്രം, ഇരുമ്പ്, മരം, കല്ല് എന്നിവ കൊണ്ടുള്ള ദേവന്മാരെ സ്തുതിച്ചു. തിരുമനസ്സിലെ ശ്വാസവും എല്ലാ വഴികളും കൈവശമുള്ളവനായ ദൈവത്തെ മഹത്വീകരിച്ചതുമില്ല. ആകയാൽ അവൻ ആ കൈപ്പത്തി അയച്ച് ഈ എഴുത്ത് എഴുതിച്ചു. എഴുതിയിരിക്കുന്ന എഴുത്തോ മെനെ മെനെ തെക്കേൽ ഊഫർസീൻ. കാര്യത്തിൻ്റെ അർത്ഥമാവിത്. മെനെ എന്ന് വച്ചാൽ ദൈവം നിന്റെ രാജ്യത്വം എണ്ണി അതിന് അന്തം വരുത്തിയിരിക്കുന്നു. തെക്കേൽ എന്ന് വച്ചാൽ തുലാസിൽ നിന്നെ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. പെറേസ് എന്ന് വച്ചാൽ നിന്റെ രാജ്യം വിഭാഗിച്ച് മേദ്യർക്കും പാർസികൾക്കും കൊടുത്തിരിക്കുന്നു. അപ്പോൾ ബേൽഷസറിന്റെ കൽപ്പനയാൽ അവർ ദാനിയേലിനെ ധൂമ്രവസ്ത്രവും കഴുത്തിൽ പൊന്മാലയും ധരിപ്പിച്ചു. അവൻ രാജ്യത്തിലെ മൂന്നാമനായി വാഴുമെന്ന് അവനെക്കുറിച്ച് പ്രസിദ്ധമാക്കി. ആ രാത്രിയിൽ തന്നെ കൽദയ രാജാവായ ബേൽഷസർ കൊല്ലപ്പെട്ടു. മേദ്യനായ ദാര്യാവേഷ് 62 വയസ്സുള്ളവനായി രാജ്യത്വം പ്രാപിച്ചു.